ഞങ്ങളിനി സാന്തോസിലേക്കുള്ള യാത്രയിലാണ്. ചുറ്റിനും കാടാണ്. കാടിന് നടുക്ക് കൂടിയുള്ള ഒരു റോട്ടിൽ കൂടിയാണ് ഇപ്പൊ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സാന്തോസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ന് ഇവിടെയാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. ചുറ്റിനും കാടിന് നടുവിൽ ഒരു റിസോർട്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമ്മുടെ താമസ സ്ഥലത്തിന്റെ പുറകിൽ കാണുന്ന മലയുടെ ചരിവിൽ ഒരു കോളനി ഉണ്ട്. ആ കോളനിയുടെ പേരാണ് സാന്തോസ് കോളനി. ആ കാണുന്ന മലയുടെ പുറയിലാണ് ഉരുൾപൊട്ടലുണ്ടായിരുന്ന പെട്ടിമുടി. ഉച്ചയപ്പോ വിശക്കാനൊക്കെ തുടങ്ങി. പ്രതിമാനും കൂട്ടാനും കൂടി പാചകത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയേക്കണേണ്. അവര് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ. ബ്രെഡും ചോറും ചിക്കനും സാലഡുമാണ് ഉച്ചത്തേക്ക് ഞങ്ങളുടെ ഭക്ഷണം. ചിക്കനൊക്കെ വെന്തു തുടങ്ങി. അരിയിപ്പോ കലത്തിലാണ്. ചിക്കൻ ഏകദേശം വെന്തു തുടങ്ങിയപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. ബ്രെഡ് ഞാൻ ജസ്റ്റ് മൊരിയിപ്പിച്ചിട്ട് ചിക്കനും കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചു. പ്രദീപ് മാമൻ കഞ്ഞി വെക്കുന്നതിനുള്ള തിരക്കിലാണ്. വിശന്നു പോയതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കനും ബ്രെഡും കൂടി അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ തക്കുടു തണുപ്പ് മാറ്റാൻ വേണ്ടി ചൂടുള്ള ചാരത്തി കയറി കിടക്കണ കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. ഉച്ചയൂണ് കഴിഞ്ഞ് പുറത്തേക്കൊന്ന് ചുറ്റി കാണാൻ വേണ്ടി എല്ലാരും കൂടെ ഒന്ന് ഇറങ്ങിയതാ. ഇത് ശരിക്കും ഒരു ആനക്കാടാണ്. ഇവിടെ ആനയും കാട്ടുപോത്തും മറ്റു വന്യജീവി എല്ലാം ഇറങ്ങണ ഒരു കാടാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ശ്രദ്ധിച്ചു വേണം നടക്കാൻ. ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ എല്ലാവർക്കും ചുറ്റിക്കറങ്ങണം. ഇപ്പൊ നമ്മൾ പോകുന്നത് താഴെയുള്ള ഒരു ഡാമിലേക്കാണ്. ഇത് ശരിക്കും ഒരു ഡാമാണ്. ഇവിടെ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നതാണ്. വേനലായതുകൊണ്ട് ഫുള്ള് വറ്റിപ്പോയതാണ്. ഇവിടെ വന്യജീവി എല്ലാരും വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന സ്ഥലമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴേക്കും അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ വേനലായതുകൊണ്ട് ഫുള്ള് വറ്റിപ്പോയി. ഡാമിന്റെ സൈഡിൽ തന്നെ ഒരു അരുവിയുണ്ട്. അപ്പൊ പ്രതിമാവൻ പറഞ്ഞ് അവിടെ ഇറങ്ങി ഒന്ന് കളിക്കാന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോവാന്ന് വിചാരിച്ച്. അത് വെള്ളം കുറവായത് കൊണ്ട് മാത്രം ഞങ്ങൾ പോണേണ്. ഇത് ഇത്തരത്തിലുള്ള സ്ഥലത്തിലൊക്കെ പോകുമ്പോ വളരെ സൂക്ഷിക്കണം. പ്രതിമാവിന്റെ സ്ഥലം അതിന്റെ ബാക്കിൽ ഉള്ളത് കൊണ്ട് പ്രതിമാവിന് ഇതെല്ലാം അറിയാവുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അല്ലാണ്ട് ഒറ്റക്ക് തനിഷ്ടത്തോടെ പോണല്ല. പ്രതിമാമന്റെ ഉറപ്പോടെ ഞങ്ങൾ അങ്ങോട്ട് പോകണാണ്.
നേരം തണുത്ത വെള്ളത്തിൽ കളിച്ചപ്പോഴേക്കും ഞാൻ കുറെ റിലാക്സ്ഡായി. ഞാൻ കുറെ നേരം എൻജോയ് ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് പോണേണ്. ആ കാണുന്നൊരു കാട്ടുഞാവലാണ്. ഞങ്ങൾ വന്നപ്പോഴേക്കും അതിൽ നിന്ന് കുറച്ച് ഞാവൽപ്പഴം പറിച്ച് കഴിച്ചായിരുന്നു. പട്ടി വഴക്കണോണ്ട് ഞങ്ങൾ കുറെ നേരം പട്ടീനെ തന്നെ നോക്കിയിരുന്നു. അപ്പോഴാണ് പ്രതിമാവിന്റെ ഫോണിലേക്ക് ഫോറസ്റ്റ് ഗ്രൂപ്പിന് ഒരു മെസ്സേജ് വന്നത്. സന്തോഷ് സ്കൂളിന്റെ അടുത്ത് ആന ഇറങ്ങിയിട്ടുണ്ടെന്നൊരു മെസ്സേജ്. അപ്പൊ തന്നെ ഞങ്ങൾ ക്യാമ്പ് ഫയർ കിടത്തിയിട്ട് റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു. ബാക്കി കാഴ്ചയായി നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്.